അപ്പോൾ വീണ്ടും നമസ്കാരം. നമ്മൾ റെസിപ്രോസിറ്റിയെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ദിസ് ഈസ് ദ പാർട്ട് 2 ഓഫ് ദിസ് ടോപ്പിക്. അപ്പം ഇതിൻ്റെ എലമെൻസ് ഉണ്ട്. ഇത് ഒരു പെട്ടെന്ന് പറയുമ്പോൾ റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് യെസ് ഞാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അവർ ചോദിക്കുന്നതിന് അവൾ അല്ലെങ്കിൽ അവൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അത് എത്രമാത്രം സൈക്കോളജിക്കലി മീനിങ് ഫുൾ ആണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 3 കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം ഇമോഷണൽ റെസിപ്രോസിറ്റി. അതായത് നമ്മളൊരു കാര്യം സംവദിക്കുമ്പോൾ ആ കാര്യത്തെ ശരിക്കും കണ്ടു, കേട്ടു, വാലിഡേറ്റഡ് ആയി എന്നൊരു അവസ്ഥയുണ്ട്. അത് പറയുന്ന ആളല്ല ഈ പറഞ്ഞ 3 ലെവൽസും തീരുമാനിക്കേണ്ടത്. അതായത് സോറി ഞാൻ തെറ്റി പറഞ്ഞു പോയപ്പോൾ, ആരാണോ പറയുന്ന ആൾക്ക് കേട്ട ആളുടെ പ്രതികരണത്തിൽ നിന്നും പറഞ്ഞ ആൾക്ക് ഇതൊക്കെ ഫീൽ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്കെ, ഇതൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ. ഈ ബോട്ടിൽ ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഇദ്ദേഹം പൂർണ്ണമായും കേട്ടു, കണ്ടു, അതിനെ വാലിഡേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായോ? അപ്പോൾ പലപ്പോഴും ഇത് റിവേഴ്സിലാണ് സംഭവിക്കാറ് ശരിക്കും. അതായത് ഇതിൽ വരുന്ന ചില ഹിൻഡ്രൻസുകളുണ്ട്, അത് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അതിനു മുമ്പ് ഒന്നൊരു കാര്യം പറഞ്ഞു വെച്ചോട്ടെ. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില ഡ്രൈവുകൾ ഇല്ലാത്ത ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. ഇതൊരു നാച്ചുറൽ മെക്കാനിസം ഒന്നും അല്ല, ജന്മനാ കിട്ടുന്ന സ്കില്ലല്ല, മനുഷ്യരുടെ ഇടപഴകി ഉണ്ടാവുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ ഇത്തരം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യാത്ത ആൾക്കാർ ശരിക്കും നമുക്ക് ഇമോഷണലി ഇല്ലിറ്ററേറ്റ് എന്നോ ഡിസേബിൾഡ് പേഴ്സൺസ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നതാണ്. ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആലോചിക്കും, ഇവർക്കിത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ലേറ്റർ ഓൾസോ. നിങ്ങൾക്കുള്ളതാണ് ഈ ഫുൾ വീഡിയോ. നമുക്ക് എല്ലാം അറിയാം എന്നൊരു ഭാവം മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ വ്യക്തി സംസാരിക്കുമ്പോൾ ഒരു ഐ കോണ്ടാക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ദിവസം 10 മിനിറ്റെങ്കിലും ഈ പറയുന്ന പാർട്ട്ണറിൻ്റെ അടുത്ത്, വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കണ്ണും നോക്കിയിരുന്ന്, ഒരു റൊമാൻസ് അല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അതിൽ സന്തോഷം ഉണ്ടാവാം, സങ്കടങ്ങൾ ഉണ്ടാവാം, ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിലെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് മൊബൈൽ ഫോൺ നോക്കാതെ, സ്ക്രീനിൽ നോക്കിയിരിക്കാതെ, ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇറിറ്റേഷനൊക്കെ കാണിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യെസ് ടെൽ മീ, അല്ല എന്താ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, നമ്മൾ വർത്തമാനം പറയുമ്പോൾ കേട്ടിരിക്കുന്ന ഓപ്പോസിറ്റ് ആൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി കോർത്തിണക്കിയിട്ടാണ് ആ വ്യക്തിക്ക്, പറയുന്ന വ്യക്തിക്ക് എന്നെ ശരിക്കും കേട്ടു, എന്നെ ശരിക്കും കണ്ടു, എന്നെ ഇമോഷണലി വാലിഡേറ്റ് ചെയ്തു. ഇറ്റ്സ് എ സിഗ്നേച്ചർ പ്രോഗ്രാം. വെറുതെ നമ്മൾ ആരും സിഗ്നേച്ചർ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് ഇമോഷണൽ റെസിപ്രോസിറ്റി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് സപ്പോർട്ടീവ് റെസിപ്രോസിറ്റിയാണ്. അതായത് അയാൾക്ക് ഒരു ഹെൽപ്പ് കൊടുക്കുക, എൻകറേജ് ചെയ്യുക. ഹെൽപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സർവത്ര കാര്യം അയാളുടെ ചെയ്തു കൊടുക്കുക എന്നതല്ല, ഒരു ഓവർ ഡിപ്പെൻഡൻസി വളർത്തിയെടുക്കുക എന്നതല്ല. എല്ലാ മനുഷ്യന്മാർക്കും ഒരു പരസ്പര സഹായം ആവശ്യം ഉണ്ടാകും. അപ്പം അത് ചോദിപ്പിക്കാതെ, ചിലർ ചോദിപ്പിക്കുക എന്നതിനേക്കാളും ഒരു ബെഗ് ചെയ്യാത്ത രീതിയിലൊക്കെ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഒരു ഡിലമ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്ന ഹെൽപ്പ് വേണമോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ആ ഒരു ഓഫർ നമുക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യാം. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വേറൊരു ഘടകമാണ് എൻകറേജ് ചെയ്യാം, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംതിങ് അവർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് ജഡ്ജ് ചെയ്ത് കുളമാക്കി അല്ലെങ്കിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തമാശകൾക്കൊക്കെ പകരം വളരെ
ക്ലിയർ ആയിട്ട്, നമ്മുടെ ഹൈവേ റോഡ് പോലെ ക്ലിയർ ആയിട്ട്, സോറി നമ്മുടെ ഹൈവേ റോഡല്ല, ശരിക്കും കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത ഹൈവേ നല്ല റോഡില്ലേ, അതുപോലെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റോഡ് പോലെയുള്ള എൻകറേജ്മെൻറ്റ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ദാറ്റ്സ് എ വേ, സെക്കൻഡ് വേ ഓഫ് റെസിപ്രോസിറ്റി.